ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി കരുതലോടുകൂടി നിൽക്കുന്ന ഒരു സർക്കാരാണിത്. മന്ത്രി എ.കെ. ശശീന്ദ്രൻ. റവന്യൂ വനം വകുപ്പുകളുടെ വനഭൂമി ജോയിന്റ് വെരിഫിക്കേഷൻ സംസ്ഥാനതല ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പീച്ചിയിൽ നിർവഹിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ നിർണായകമായ തീരുമാനം എടുത്തതുപോലെ തന്നെ അവകാശികളായ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും തൊഴിൽ, ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി കരുതലോടുകൂടി നിൽക്കുന്ന ഒരു സർക്കാരാണിതെന്നും അതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. വനഭൂമി പട്ടയ വിതരണത്തിന്റെയും റവന്യൂ വനം വകുപ്പ് സംയുക്ത പരിശോധനയുടെയും നടപടികളുടെ നാൾവഴികളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ വിശദീകരിച്ചു. AC മൊയ്തീൻ MLA വിശിഷ്ടാതിഥിയായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതവും തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ KJ മാർട്ടിൻ ലോവർ നന്ദിയും പറഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കഠിനമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ സ്വഭാവം അനുസരിച്ച് വനം വിട്ടുകൊടുക്കാൻ പറ്റാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മുഖം തിരിക്കുന്ന നിലപാടാണ് നമ്മുടെ മുമ്പിൽ പലപ്പോഴും എടുത്തു കാണാറുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നാലും ചിലപ്പോൾ ചില ഭാഗമായി അങ്ങനെ നിൽക്കേണ്ടി വരും. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ, പ്രിയപ്പെട്ട കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ എ.കെ. ശശീന്ദ്രൻ വളരെ പോസിറ്റീവായ നിലപാടെടുത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ കൂടി കാണാനുള്ള വിശാലമായിട്ടുള്ള മനസ്സ് വനം വകുപ്പിനുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിലെടുത്ത നേതൃത്വപരമായ പങ്കിന് മലയോര ജനതയുടെ പേരിൽ ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ പ്രത്യേകമായി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാനത് പറഞ്ഞതിൻ്റെ ഒരു വികാരം എത്രമാത്രം എന്ന് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. പ്രിയപ്പെട്ട AC-ക്ക് പ്രത്യേകമായിട്ടത് മനസ്സിലാകും. കാരണം അങ്ങനെ ചില ചട്ടക്കൂടുകളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ടിയുള്ള ചില നിലപാടുകൾ എടുക്കുമ്പോഴാണ് മന്ത്രിമാർ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, ജനപ്രതിനിധികൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഇന്നിവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്ത പരിശോധന ആരംഭിക്കുകയാണ്. സംയുക്ത പരിശോധന ആരംഭിച്ചാൽ ആ സംയുക്ത പരിശോധന കഴിഞ്ഞ് NOC കൂടി നൽകിയാൽ ആ NOCയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അപേക്ഷകൾ 93 ചട്ടപ്രകാരം സ്വീകരിക്കാനും അത് കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു കൊടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ അവരുടെ പട്ടയങ്ങൾ താഴത്തേക്ക് വിതരണം ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയായി ചർച്ച ചെയ്തുകൊണ്ട് വനം റവന്യൂ വകുപ്പുകൾ കണ്ട് 6/11/2025 പൊതുവായൊരു സർക്കുലർ റവന്യൂ വനം വകുപ്പുകൾക്ക് വേണ്ടി റവന്യൂ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ ഞാൻ വായിക്കാൻ മുതിരുന്നില്ല. പക്ഷേ ആ സർക്കുലർ അനുസരിച്ച് 2025 നവംബർ 2ാം വാരത്തിൽ സംയുക്ത പരിശോധന ആരംഭിക്കേണ്ടതും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫീൽഡ് തല നടപടികളും 2026 ജനുവരി 15 മുമ്പ് കേരളത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യണം എന്ന നിശ്ചയദാർഢ്യത്തോടെ ടാർഗറ്റിട്ടുകൊണ്ടുള്ളൊരു പരിപാടിക്കാണ് ഇവിടെ നേതൃത്വം നൽകാൻ പോകുന്നത്. പ്രഖ്യാപിച്ച് അനന്തമായി പോകാനുള്ള ഒരു സാധ്യതയും നമ്മുടെ മുമ്പിലില്ല. അതിലു തന്നെ വളരെ കേന്ദ്രീകരിച്ച് നാം തീരുമാനിച്ചു, ജനുവരി 15 മുമ്പ് റവന്യൂ വനം വകുപ്പുകൾ അവരുടെ ഭാഗമായിട്ടുള്ള സംയുക്ത പരിശോധന കഴിഞ്ഞ് ജനുവരി 15 അത് പൂർത്തിയാക്കുകയും 2026 ജനുവരി 30 ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ആരാണോ അപേക്ഷകൻ അവർക്ക് കൈമാറുകയും ചെയ്യണം. കൂടുതൽ സുതാര്യമായി ജനുവരി 15 ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കണം. ജനുവരി 30 ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നതിൻ്റെ കോപ്പി ഇവരുടെ അഭിപ്രായ പ്രകാരം റവന്യൂ ഫോറസ്റ്റ് വകുപ്പുകൾ ഒപ്പിട്ടതിൻ്റെ ഒരു കോപ്പി നിർബന്ധമായും അപേക്ഷകന്റെ കയ്യിലുണ്ടാകണം എന്ന് മാത്രമല്ല, ഇതു സംബന്ധിച്ച ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് 2026 ജനുവരി 31 സർക്കാരിലേക്ക് ലഭ്യമാകണം എന്ന് കാണിച്ചുകൊണ്ട് കൃത്യമായ ടൈം ടേബിളുകളോടെ ഈ നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതനുസരിച്ച് ബന്ധപ്പെട്ട തഹസിൽദാർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരുടെ ചുമതലയിലായിരിക്കണം സംയുക്ത പരിശോധന പൂർത്തീകരിക്കേണ്ടത് എന്നും ഭൂപതിവ് സ്പെഷ്യൽ തഹസിൽദാർക്ക് അധികാരമുള്ള പ്രദേശങ്ങളിൽ പ്രസ്തുത ചുമതല നിർവഹിക്കുന്നതിനായി ജില്ലാ കളക്ടർമാർക്ക് അത്തരം സ്പെഷ്യൽ
തഹസിൽദാർമാരെ ഇക്കാര്യത്തിൽ നിയോഗിക്കാമെന്നും നാം തീരുമാനിച്ചു. ഭൂമിയുണ്ട്, അധികാരവും അവകാശവുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വർഷങ്ങളായി പ്രയാസം അനുഭവിക്കുന്നവരാണ് ഇത്തരം ഭൂമികളിൽ താമസിച്ചു വരുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ നിർണായകമായ തീരുമാനമെടുത്ത പോലെ തന്നെ അവകാശികളായ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും തൊഴിൽ, ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഭൂമിയുടെ അവകാശം സംബന്ധിച്ചുള്ളതായിരുന്നു. പരമ്പരാഗതമായി ശീലിച്ചു പോകുന്ന ചില വിശ്വാസങ്ങളുണ്ട്. വിശ്വാസങ്ങൾ മാത്രമല്ല, നാടെന്താണെന്നറിയാതെ പാസ്സാക്കിയ ചില നിയമങ്ങളും കേന്ദ്രത്തിലുണ്ട്. കാലോചിതമായ പരിഷ്കാരം ആവശ്യമാണെന്ന് കരുതുന്ന നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങളുടെ കുരുക്കിൽപ്പെട്ടാണ് ഈ തരത്തിൽ ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. വനമേഖലയിലെ പ്രശ്നം ഇത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. വന്യജീവി സംഘർഷവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. പലവട്ടം ഞങ്ങൾ ആ നിയമത്തിൽ ഭേദഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അഭ്യർത്ഥിച്ചുവെങ്കിലും ഒട്ടും അനുകൂലമായ നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ആ സാഹചര്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ ബിൽ കേരള നിയമസഭ പാസ്സാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെന്താ നിലപാട് സ്വീകരിക്കാമെന്ന് പറയാനാവില്ല. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഞങ്ങൾ രണ്ടുപേരും ഉദ്യോഗസ്ഥന്മാരും കേന്ദ്രമന്ത്രി ഭൂപേഷ് യാദവിനെയും അശ്വിനി കുമാറിനെയും കണ്ടപ്പോൾ നിങ്ങൾക്കൊരവസരം നൽകാമെന്ന് സ്നേഹപൂർവ്വം പറയുകയുണ്ടായി. ആ സ്നേഹത്തിനും പരിഗണനയ്ക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ രണ്ട് കേന്ദ്രമന്ത്രിമാരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളോട് താല്പര്യം കാണിച്ചവരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ത്വരിതഗതിയിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചെന്ന കാര്യം ഓരോ തീയതി വെച്ച് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ദാസന്മാരാണ്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരണം നടത്തുന്നത്. അവർക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങളിൽ നിയമത്തിൻ്റെ നൂലാമാലകളും സങ്കീർണതകളും ഊതിപ്പെരുപ്പിച്ച് ആ കുരു കഴിക്കുന്നതിന് പകരം കൂടുതൽ കുരുക്കുകൾ നിർമ്മിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള ആലോചന പണ്ടുണ്ടായിരുന്നു, ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട്. ആ കുറഞ്ഞു വരുന്ന പ്രവണതയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് വനംവകുപ്പിലെ ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ നല്ല സൗഹൃദത്തിൽ, അതാണ് കുതിരാനിൽ പോയപ്പോൾ കണ്ടത്. നല്ല സൗഹൃദത്തിലാണ് അവർ, സംയുക്തമായാണ് കാര്യങ്ങൾ ചേരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണകാലാവധി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തി ഇന്ന് അവരുടെ കൂടി സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹ അഭിമാന സമ്മതത്തോടെ ഈ വലിയ പ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമായ പ്രധാനമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ കുറച്ച്